നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം. മലയാള സിനിമാ മേഖലയിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ് നടൻ മോഹൻലാൽ. വില്ലനായി കടന്നുവന്ന് പ്രേക്ഷകരുടെ മനസ്സിൽ കൂടുകൂട്ടിയ മലയാള സിനിമയുടെ ഒരേയൊരു രാജാവാണ് മോഹൻലാൽ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിൽ വില്ലനായി എത്തി പിന്നീട് മലയാള സിനിമയുടെ നെടും തൂണായി മാറിയ മലയാള സിനിമയുടെ മഹാനടൻ മോഹൻലാൽ ഇതിനകം സമ്മാനിച്ചത് മറ്റാരാലും പകർന്നാടാനാകാത്ത ഒട്ടനവധി സിനിമകളും കഥാപാത്രങ്ങളുമാണ്. കിരീടത്തിലെ സേതുമാധവനും ചിത്രത്തിലെ വിഷ്ണുവും മണിച്ചിത്രത്താഴിലെ ഡോക്ടർ സണ്ണിയും എല്ലാമായി ഒരുപാട് തലമുറകളുടെ സിനിമ എന്ന വികാരമാണ് ആരാധകരുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ. ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരവും ലാലേട്ടൻ സ്വന്തമാക്കി. മോഹൻലാൽ തന്റെ അഭിനയ ജീവിതത്തിൽ നിരവധി കഥാപാത്രങ്ങൾക്കായി ശ്രദ്ധേയമായ മേക്ക് ഓവറുകളും രൂപമാറ്റങ്ങളും നടത്തിയിട്ടുണ്ട്. ഒരു കഥാപാത്രത്തിന്റെ ആത്മാവിനെ ഉൾക്കൊള്ളാൻ അദ്ദേഹം നടത്തുന്ന ഈ മാറ്റങ്ങൾ പലപ്പോഴും പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളിത്തിരയിൽ മാത്രമല്ല, യഥാർത്ഥ ജീവിതത്തിലും സാമൂഹിക പ്രതിബദ്ധതയുടെ കാര്യത്തിൽ മാതൃകയായിട്ടുണ്ട്. പ്രശസ്തിയുടെ പിന്നാലെ പോകാതെ നിശബ്ദമായും കാര്യക്ഷമമായും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകുന്നു. തന്റെ മാതാപിതാക്കളായ വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരിയുടെയും ഓർമ്മയ്ക്കായി അദ്ദേഹം സ്ഥാപിച്ച വിശ്വശാന്തി ഫൗണ്ടേഷൻ ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം കേന്ദ്ര ബിന്ദുവാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹിക സാമ്പത്തിക വികസനം തുടങ്ങിയ മേഖലകളിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നത്. ഇപ്പോഴിതാ ഈ വിഷുദിനത്തിൽ കുട്ടനാട്ടുകാർക്ക് അതിമനോഹരമായൊരു കൈനീട്ടം നൽകിയിരിക്കുകയാണ് മോഹൻലാൽ. ശാന്തിതീർത്ഥം പദ്ധതിയുടെ ഭാഗമായി കുട്ടനാട്ടിലെ ശുദ്ധജലക്ഷാമം നേരിടുന്ന കണ്ടങ്കരി, മുരിക്കോൽമുട്ട്, നെടുമുടി വാർഡുകളിലെ 1000-ഓളം കുടുംബങ്ങൾക്ക് സൗജന്യമായി കുടിവെള്ളം എത്തിക്കുന്നതിനായി 3 സോളാർ ഓട്ടോമേറ്റഡ് RO പ്ലാന്റുകളുടെ പ്രവർത്തനം ആരംഭിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഈ സംരംഭം വഴി ഓരോ കുടുംബത്തിനും ദിവസേന 20 ലിറ്റർ വീതം 4000-ഓളം പേർക്ക് സൗജന്യമായി കുടിവെള്ളം ലഭിക്കും. മണിക്കൂറിൽ 500 ലിറ്റർ ശുദ്ധജലം ലഭ്യമാക്കുന്ന 3 പ്ലാന്റുകളാണ് വിഷു കൈനീട്ടമായി സമർപ്പിച്ചത്. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം വിശ്വശാന്തി ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ മേജർ രവി നിർവഹിച്ചു. ഫൗണ്ടേഷൻ ഡയറക്ടർമാരായ സജീവ് സോമൻ, സ്മിത നായർ, SBI റീജിയണൽ മാനേജർ SR സുജിത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മോഹൻലാൽ വീഡിയോ കോളിലൂടെ കുട്ടനാട്ടുകാരുമായി സംസാരിച്ചു. വാർഡിലെ 1000-ഓളം വരുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായി കുടിവെള്ളം ലഭിക്കുമെന്ന് മോഹൻലാൽ അറിയിച്ചു. ദിവസേന 20 ലിറ്റർ വെള്ളം വെച്ച് 4000-ഓളം പേർക്കാണ് ഇത് ലഭ്യമാകുക. ഇത് താനും വിശ്വശാന്തി ഫൗണ്ടേഷനും ചേർന്നൊരുക്കുന്ന ഒരു വിഷു കൈനീട്ടമാണെന്ന് മോഹൻലാൽ പറഞ്ഞു. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഈ വിഷു നാളിൽ നമ്മുടെ കുട്ടനാടിന് വിശ്വശാന്തി ഫൗണ്ടേഷൻ നൽകുന്ന സ്നേഹ സമ്മാനം ശാന്തിതീർത്ഥം. കുട്ടനാട്ടിൽ ശുദ്ധജലക്ഷാമം നേരിടുന്ന കണ്ടങ്കരി, മുരിക്കോൽമുട്ട്, നെടുമുടി തുടങ്ങിയ വാർഡിലെ 1000-ഓളം വരുന്ന കുടുംബങ്ങൾക്ക് കുടിവെള്ളം നൽകുന്ന എന്ന ലക്ഷ്യത്തോടെ 3 സോളാർ ഓട്ടോമാറ്റഡ് RO പ്ലാന്റുകളുടെ പ്രവർത്തനം ഏപ്രിൽ 14-ന് ആരംഭിച്ചിരിക്കുകയാണ്. വിശ്വശാന്തി ഫൗണ്ടേഷന്റെ ശാന്തിതീർത്ഥം പദ്ധതിയുടെ ഭാഗമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ സംരംഭം വഴി ഓരോ കുടുംബത്തിനും ദിവസേന 20 ലിറ്റർ വെച്ച് 4000-ഓളം പേർക്ക് സൗജന്യമായി കുടിവെള്ളം ലഭിക്കും. കുട്ടനാടിനും അവിടെയുള്ള എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഞാനും വിശ്വശാന്തി ഫൗണ്ടേഷനും ചേർന്നൊരുക്കുന്ന ഒരു വിഷു കൈനീട്ടം. ശാന്തിതീർത്ഥം, സ്നേഹപൂർവ്വം, നിങ്ങളുടെ മോഹൻലാൽ എന്നാണ് പദ്ധതിയെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞത്. ജീവകാരുണ്യ, സാമൂഹിക, വിദ്യാഭ്യാസ, പാരിസ്ഥിതിക മേഖലകളിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ. കുട്ടനാട്ടിൽ ഇതിനു മുൻപും സോളാർ ഓട്ടോമേറ്റഡ് പ്ലാന്റുകൾ ഫൗണ്ടേഷൻ സ്ഥാപിച്ചിട്ടുണ്ട്. 2023-ൽ കുട്ടനാട്ടിലെ എടത്വ പഞ്ചായത്തിൽ 500 കുടുംബങ്ങൾക്കായി മണിക്കൂറിൽ 2000 ലിറ്റർ ശുദ്ധജലം ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റും ഫൗണ്ടേഷൻ സമർപ്പിച്ചിരുന്നു. അതേസമയം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ ആത്മീയതയെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു. ദൈവത്തോടുള്ള തന്റെ സമീപനം ഭയമല്ല, പ്രേമമാണെന്ന് നടൻ മോഹൻലാൽ പറഞ്ഞു. ദൈവത്തെ എനിക്ക് ഭയമില്ല, പ്രേമമാണ്. സപ്രേമ രൂപ എന്നാണ് പറയാറുള്ളത്. ഭയപ്പെടുന്ന ഒരാളെ നമുക്ക് പ്രണയിക്കാൻ സാധിക്കില്ലല്ലോ എന്നും മോഹൻലാൽ പറഞ്ഞു. ആത്മീയതയിൽ പ്രാർത്ഥനയേക്കാൾ ധ്യാനത്തിനാണ് ഇപ്പോൾ താൻ കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദൈവസങ്കല്പം നമ്മുടെ ബോധവികാസത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതിനപ്പുറം ധ്യാനത്തിലേക്ക് പോകുന്ന ഒരു അനുഭവമാണ് എനിക്ക് ഇപ്പോൾ കൂടുതലായി അനുഭവപ്പെടുന്നതെന്നും താരം കൂട്ടിച്ചേർത്തു. ജീവിതത്തിലെ വ്യക്തിപരമായ നഷ്ടങ്ങളെക്കുറിച്ചും താരം തുറന്നു പറഞ്ഞു. കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ, അമ്മ, സഹോദരൻ എന്നിവർ വിടവാങ്ങിയതിൽ വലിയ ദുഃഖമുണ്ടെങ്കിലും തനിക്ക് ഒരിക്കലും ഒറ്റപ്പെട്ടതായി തോന്നിയിട്ടില്ല എന്നും മോഹൻലാൽ വ്യക്തമാക്കി. അത് പ്രപഞ്ച നിയമമാണ്. അവർ വിട്ടുപോയെന്നൊരു തോന്നൽ എനിക്ക് പലപ്പോഴും ഉണ്ടാകാറില്ല. കണ്ണടച്ചാൽ അവർ ഉള്ളിലുണ്ട്. തൊടാനോ കാണാനോ പറ്റുന്നില്ല എന്ന് മാത്രം.
എന്നും മോഹൻലാൽ പറഞ്ഞു. പഴയ സീനുകൾ കാണുമ്പോൾ സങ്കടം വരാറുണ്ട്. അതിൽ അഭിനയിച്ച പലരും ഇന്ന് ഇല്ല. എന്നാൽ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. നാളെ ഞാനും മറയുമെന്ന യാഥാർത്ഥ്യം അറിയാമെന്നും മോഹൻലാൽ പറഞ്ഞു. ജീവിതത്തിലെ ഈ തിരിച്ചറിവുകൾക്കിടയിലും താനൊരു സാധാരണ മനുഷ്യനാണെന്നും വികാരങ്ങളെ മറയ്ക്കാനാവില്ല എന്നും മോഹൻലാൽ തുറന്നു പറഞ്ഞു. ഫിലോസഫിക്ക് മീതെയാണ് ചിലപ്പോൾ കണ്ണീർ വരുന്നത്. ലോകത്ത് എത്ര ഫിലോസഫികൾ ഉണ്ടെങ്കിലും മനുഷ്യർ കരയുന്നത് നിർത്തുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടരുമെന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ശേഷം മോഹൻലാലും തരുൺ മൂർത്തിയും ഒന്നിക്കുന്ന പുതിയ സിനിമയുടെ ടൈറ്റിൽ പ്രഖ്യാപിച്ചു. അതിമനോഹരം എന്നാണ് സിനിമയുടെ പേര്. സിനിമ അനൗൺസ് ചെയ്തത് മുതൽ മോഹൻലാൽ, തരുൺ മൂർത്തി, ആഷിഖ് ഉസ്മാൻ ചിത്രം L366 എന്നാണ് സിനിമ അറിയപ്പെട്ടത്. എന്നാൽ വിഷുദിനത്തിൽ രാവിലെ 10:10 സോഷ്യൽ മീഡിയയെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ടാണ് പുതിയ ചിത്രത്തിന്റെ പേര് അണിയറ പ്രവർത്തകർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മലയ്ക്ക് പോകുന്ന സ്വാമിമാർക്കിടയിൽ പോലീസ് വേഷത്തിൽ നിൽക്കുന്ന മോഹൻലാലിനെ ഫസ്റ്റ് ലുക്കിൽ കാണാം. മലയാള സിനിമാ ലോകവും മോഹൻലാൽ ആരാധകരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഫസ്റ്റ് ലുക്ക് ഇരുകയും നീട്ടി ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു. ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് രതീഷ് രവിയാണ്. തുടരും ഉൾപ്പെടെ ലാലേട്ടന്റെ സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ക്യാമറ ചലിപ്പിച്ച ഷാജി കുമാറാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. സംഗീതം ജേക്സ് ബിജോയ്, സഹസംവിധാനം ബിനു പപ്പു, എഡിറ്റിംഗ് വിവേക് ഹർഷൻ, സൗണ്ട് ഡിസൈൻ വിഷ്ണു ഗോവിന്ദ്, ആർട്ട് ഡയറക്ടർ ഗോകുൽദാസ്, കോസ്റ്റ്യൂം മഷാർ ഹംസ, പ്രൊഡക്ഷൻ കൺട്രോളർ സുധർമൻ, രചന രതീഷ് രവി, മേക്കപ്പ് റോണക് സേവിയർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓബ്സ്ക്യൂറ എന്റർടൈൻമെന്റ്. നിലവിൽ മോഹൻലാൽ അമേരിക്കയിലാണ്. തിരിച്ചെത്തിയാൽ ഉടൻ തന്നെ അതിമനോഹരത്തിന്റെ അവസാന ഷെഡ്യൂളിൽ അദ്ദേഹം ജോയിൻ ചെയ്യും. ഒക്ടോബറിൽ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാനാണ് അണിയറ പ്രവർത്തകർ ലക്ഷ്യമിടുന്നത്. സെൻട്രൽ പിക്ചേഴ്സ് ആണ് വിതരണം. ചിത്രത്തിന്റെ പോസ്റ്റർ മോഹൻലാൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. ഏവർക്കും അതിമനോഹരമായ വിഷു ആശംസകൾ എന്ന് കുറിച്ചുകൊണ്ടാണ് മോഹൻലാൽ പോസ്റ്റർ പങ്കുവച്ചിരിക്കുന്നത്. പോലീസ് കഥാപാത്രമായാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ വേഷമിടുന്നത്. തുടരുമെന്ന സിനിമയ്ക്ക് വേണ്ടി സ്ഫോടനാത്മക സംഗീതം സൃഷ്ടിച്ച ജേക്സ് ബിജോയ് തന്നെയാണ് അതിമനോഹരത്തിന്റെയും സംഗീത സംവിധായകൻ. ശബരിമല ഡ്യൂട്ടിയിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിലാണ് അതിമനോഹരത്തിന്റെ ആദ്യ പോസ്റ്ററിലൂടെ കഥാപാത്രത്തെ സംവിധായകൻ റിവീൽ ചെയ്തിരിക്കുന്നത്. ആരാധകരെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് 2025 ഡിസംബറിലാണ് അതിമനോഹരം പ്രഖ്യാപിച്ചത്. മോഹൻലാൽ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം അറിയിച്ചത്. തന്റെ അടുത്ത ചിത്രം മോഹൻലാലിനോടൊപ്പമാണെന്ന് തരുൺ മൂർത്തി നേരത്തെ സൂചനകൾ നൽകിയിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.